പൈസ പൈസ മേടിച്ച് പകുതി കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ എൻ്റെ ധാരണ എന്താണെന്നറിയാമോ? അതായത് ഇപ്പോൾ രോഹൻ ഒരാൾ ഈ ഷോയിലേക്ക് പോയി, ഞാൻ കുറച്ച് ഈസി മനസ്സിലാക്കാൻ പറയുകയാണ്. ഇപ്പോൾ രോഹന് 50,000 രൂപ ശമ്പളം പറയുകയും രോഹന് 10,000 തന്നുള്ളൂ, 40,000 രോഹന് നഷ്ടപ്പെട്ടു. രോഹന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഷോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും വിചാരം രോഹൻ 50 ലക്ഷം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. 100 ദിവസം 50 കിട്ടിയിട്ടുണ്ട്. രോഹൻ അത് കിട്ടിയിട്ടില്ല. രോഹൻ ഒരു ധാരണയല്ല പോയത്, നിങ്ങളൊരു ധാരണ വെച്ചാൽ പോയത്. അപ്പോഴാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറയുന്നത്. അപ്പോൾ രഹസ്യമായിട്ട് പറയും, സത്യം പറഞ്ഞ അഖിലേട്ടാ ഒരു അബദ്ധം എനിക്കും പറ്റി, സംഭവം ഇത്ര പൈസ എനിക്ക് പോയി. അപ്പം ഞാൻ പറയും, നീ ഒരു കാര്യം ചെയ്യും, നീയും കൂടെ പിടിച്ചോ, ഇത് നല്ല സമയമല്ലേ, ഈ പൈസ ഇപ്പം നിനക്ക് തിരിച്ചു മേടിച്ചെടുക്കാം. പക്ഷെ നേരെ തിരിച്ച് രോഹൻ എന്ത് ചെയ്യാണ്? രോഹന്റെ പേടി, ദൈവമേ ഞാൻ കുടുങ്ങൂ. അപ്പം രോഹൻ അങ്ങ് എതിരാവുക. ആര് പറഞ്ഞു ഞാൻ പേടിച്ചിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞിട്ട് പോലും രോഹന്റെ കാര്യം അവസ്ഥ വരുന്നു. വെപ്രാളം കാണിച്ച് ബഹളം വെച്ച് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഫുള്ള് പൈസയും കിട്ടി, എടാ ഇത് ഞാൻ നിനക്കും കൂടെ ഗുണമാകട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇത് പറയുന്നത്. അത്തരത്തിൽ പറയുമ്പോൾ വരെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പൊ ഈ രീതിയിലേക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഇത്തരം ഇഷ്യൂകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കുറെ കൂടെ ബോധ്യമാവുന്നത് ഏത് സീസണുമായി ബന്ധപ്പെട്ടോ? സീസൺ 5 ആണോ 6 ആണോ അതോ മുൻ സീസണുകളിലാണോ? ഇത് അങ്ങനെ ബോധ്യമായതല്ലെന്ന്. ഇതിപ്പം ഇത് നമ്മൾ കാരണം കുറേ നാൾ കഴിഞ്ഞു, ആദ്യത്തെ ഒരു 5-6 മാസം ഞാൻ പലരായിട്ട് ഫോണിൽ പോലും എനിക്ക് കോൺടാക്ട്സ് ഇല്ല. ഇപ്പം ഇവിടുന്ന് തന്നെ എന്നെ എത്രത്തോളം വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് ആൾക്കാർ നൂറുകണക്കിന് ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും മറുപടി പറയാനുള്ള നിസ്സഹായമാണ്. ഞാൻ നിസ്സഹായനായി പോവുകയാണ്. കാര്യം പലർക്കും എന്നെ ഒരു വിശ്വാസം, ഇഷ്ടം. എൻ്റെ പൊന്നുമോനെ ഒരു വഴിത്തർക്കത്തിന് വരെ എന്നെ വിളിക്കുന്നുണ്ട്, കുടിവെള്ള പദ്ധതി ശരിയാക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയും? ഞാൻ ചിലർ പറയും അല്ലെന്നേ. ഇപ്പം എന്തൊരു കോളനി പേര് മറന്നു, ഇപ്പോൾ പരവൂർ ഭാഗത്ത് എവിടെ ഉള്ളതെന്ന് തോന്നുന്നു, അത് ചാത്തൂരിൻ്റെ പരവൂരാണ്. അവിടുന്ന് കുറച്ച് പേര് എൻ്റെ വീട്ടിൽ കാണാൻ വന്നു. അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മാവേലിക്കരയിലുള്ള ഒരു അമ്മച്ചി എന്നെ വിളിക്കും, അവർക്ക് വഴിയില്ല, അത് ഞാൻ വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? അതിന് വഴിയില്ല. ഈ ജോലി മറ്റു കാര്യങ്ങൾ ഇത് വലിയാന്നല്ല, അവർക്കൊരു വിശ്വാസം. ഇപ്പൊ ഒരുപക്ഷെ അവരെന്നെ ഒരു ചേട്ടനായിട്ട് കാണുന്നുണ്ടായിരിക്കാം, മകനായിട്ട് കാണുന്നുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും നടക്കുന്ന സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ പോലെ ഒരു പയ്യനായിട്ട് അവരെന്നെ കാണുന്നുണ്ടാവാം. ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ എവിടേക്ക് അവനവനിലെ പൊതുപ്രവർത്തകനിലെ ഇതൊക്കെ അനിവാര്യമാണ്, എനിക്ക് നേരിട്ടുള്ള പ്രശ്നങ്ങളല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പൊതുപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിക്കോ ഇത് ഗുണം ചെയ്യുന്ന തോന്നലുണ്ടായിട്ടുണ്ടോ? അങ്ങനല്ല, രാഷ്ട്രീയ ഭാവി എന്നൊരു ഭാവിയൊന്നുമില്ല. ഇപ്പം കുറച്ച് ആരോ പറഞ്ഞു കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ 2015 സ്വതന്ത്രനായി എൻ്റെ നാട്ടിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ പല വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാനൊരു നിലപാട് സ്വീകരിക്കുന്നു. NSSനെതിരെ ഞാൻ ശക്തമായി സംസാരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില ആൾക്കാർ എൻ്റെ പാർട്ടി നശിച്ചു പോരെന്ന് കരുതിയിട്ട് അന്ന് പാർട്ടിക്കെതിരെ കുറ്റം പറയേണ്ടി വന്ന ഒരാളാണ് ഞാൻ. കാര്യം നമ്മളന്ന് പറഞ്ഞത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, ചെയ്താൽ നമ്മുടെ പ്രദേശത്ത് പാർട്ടി നശിച്ചു. ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ്, ഇന്ത്യ മൊത്തം കോൺഗ്രസിനെ നന്നാക്കാനല്ല പറയുന്നത്. കൊട്ടാരക്കരയിലെയും കോട്ടാത്തലയിലെയും എൻ്റെ പ്രദേശത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ആ പാർട്ടിയിലെ ചില ആൾക്കാർ കാണിക്കുന്ന മര്യാദകേടുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് റൈസ് ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞു കോൺഗ്രസിൽ വന്നിട്ട് താണ്ട ഇപ്പം കോൺഗ്രസ്സുകാരെ നടന്ന് കുറ്റം പറയുകയാണ്. ഇത് കുറ്റം പറഞ്ഞ് സംഭവിച്ചത് എന്താ? എൻ്റെ പ്രദേശത്ത് പാർട്ടി പരിപൂർണമായും അടിഞ്ഞില്ലാതായി പോയി. അപ്പൊ ഇത് നമ്മളെപ്പോഴും ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നന്നാവണമെന്ന് ചിന്തിച്ചിട്ടാ. കൂടുതൽ എപ്പോഴും സ്നേഹം തോന്നുമ്പോഴാണ് ഞാൻ കൂടുതൽ വിമർശിക്കുന്നത്. ഈ സ്നേഹം തോന്നുമ്പോൾ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നന്നാവണം തോന്നിയിട്ടാണ് ഇത്തരം രീതിയിൽ പറയാറുള്ളതെന്ന് പറയാറുണ്ട്. ഇപ്പോൾ വിശ്വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പോലെ വലിയ പ്ലാറ്റ്ഫോമിലൂടെയും എൻ്റെ മാധ്യമ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ജീവിതത്തിന് വലിയ അവസരം തന്ന ബിഗ് ബോസ് ഷോയ്ക്കെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പലപ്പോഴും എവിടേക്കോ ഈ പാല് തന്ന കൈക്ക് കടിക്കുന്നു എന്നുള്ളൊരു വിശേഷം കേൾക്കേണ്ടി വരുന്നുണ്ടോ? അങ്ങനാണോ നിങ്ങൾ അതിനെ ഇപ്പോഴും കണ്ടേക്കുന്നത്? അല്ല, അങ്ങനെ കേൾക്കേണ്ടി വരുന്നുണ്ടോ? അല്ല, കേൾക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അവിടാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം. ഇപ്പൊ ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ എത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണം. അവരുടെ പാർട്ടിക്കുള്ള, അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ പാർട്ടി ആയാലും ഒരു വ്യവസായ സ്ഥാപനമായാലും ഒരു മീഡിയ സ്ഥാപനമായാലും എന്തായാലും അതിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ചില ആൾക്കാർ അത് കയറി പറ്റും. അവർ കരുത്തരായിരിക്കും. അപ്പം ആ പ്രസ്ഥാനത്തിന് ആ ചെയ്യുന്ന കാര്യങ്ങളെ ആയിരിക്കും നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം മൈൽ സ്റ്റോണിൽ ഒരു രീതിയിലും കൊള്ളാത്ത ഒരു 3-4 മാധ്യമ പ്രവർത്തകരെ എടുത്തുകൊണ്ട് വെക്കുന്നു. രോഹൻ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം രോഹനിലൂടെയും അല്ലെങ്കിൽ കുറച്ച് പേരിലൂടെയും മൈൽ സ്റ്റോണിനും ഷാജി പാപ്പനും മീഡിയയ്ക്കും ഒരു വലിയ മൈലേജ് കിട്ടിയതിന് ശേഷം പുതിയ കുറെ ആൾക്കാർ വന്നിട്ട് ഈ ഇതിനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് രോഹൻ ഒരു ഫേസ്ബുക്കിൽ പറഞ്ഞു, രോഹൻ പലരിടത്തും പറയുന്നു പേഴ്സണലി, ചേട്ടാ ഇത് മോശമാട്ടോ, ഇതിങ്ങനെ ഇവര് ഇത് നശിപ്പിക്കും, നമ്മളെ ഒരുവിധം നമ്മളിതൊക്കെ പൊക്കിക്കൊണ്ടുവന്നാൽ നമ്മളോടൊക്കെ ചെയ്യാൻ നമ്മുടെയും കൂടെ അധ്വാനം അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ഗൗനിക്കാതെ മറ്റു പല കാരണങ്ങളുടെ പുറത്ത് ഈ ഇത്തരം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നടക്കുമ്പോൾ രോഹൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നന്ദിയില്ലാത്തവനായതുകൊണ്ടല്ലത്,
കൂടുതൽ നന്ദിയുള്ളവനായതുകൊണ്ടാണ്. പക്ഷെ ഞാൻ നമ്മള് കൂടുതൽ ആ നന്ദിയുള്ളവനായതുകൊണ്ടാണ് കൂടുതൽ എന്റെ ഷോ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്. ആഗ്രഹം ആ നന്ദി കാണിക്കുമ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് കാണുന്നത് അല്ലെ. ബിഗ് ബോസ് എന്നുള്ള ഒരു ഫാമിലിയാണ്, ഞാൻ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് എന്നുള്ളത്. നമ്മുടെ വീട്ടിലും നമ്മൾ വീട്ടിലിരിക്കുന്ന അവസ്ഥയിലും ഒരുപക്ഷെ നമ്മുടെ പാരൻസോ സിബ്ലിങ്സോ നമ്മൾ തെറ്റുപറ്റ വെക്കാം, നമുക്കും പറ്റാം അവർക്കും പറ്റാം. അവർക്ക് വന്ന തെറ്റുപറ്റുകൾ നമ്മൾ പാരൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ തിരുത്താതിരിക്കാറില്ല അല്ലെ. നമ്മൾ തിരുത്താറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ അവരോട് മാത്രമായിരിക്കും അല്ലെ. ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് ഒരു പക്ഷെ അങ്ങാടി വന്നിട്ട് എൻ്റെ അച്ഛനമ്മ എന്നോട് ചെയ്ത് തെറ്റാണെന്നുള്ള ഒരു പക്ഷേ അങ്ങാടി വന്ന് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാവില്ല. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റ് പുറമെ അറിയാതെ ഇത് ക്ലിയർ ചെയ്യാനാവും നോക്കാറ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് ബിഗ് ബോസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പാർട്ടിയോടാണെങ്കിൽ നേതാക്കളോടും അല്ലെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരോടും പേഴ്സണൽ ആയിട്ടൊരു ഡിസ്കഷൻ മീറ്റിംഗ് അങ്ങനെ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ചെയ്യാതെ പൊതുസമൂഹത്തിൽ നടത്തിയിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ തന്നെ വെറുതെ വിടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പേഴ്സണലി പൊതുമധ്യത്തെ എങ്ങനെ അറിയും? അല്ല, ഞാൻ അതുകൊണ്ടാണ് 10 പ്രാവശ്യത്തിലധികം സീസൺ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇവരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അവരോട് അപ്പോഴും പറഞ്ഞെന്തറിയോ, എന്നെക്കാളും മികച്ച ഒരാളെ നിങ്ങൾ കണ്ടെത്തണതാ ഇന്റർവ്യൂവിന് മുന്നേ. അപ്പൊ എൻ്റെ അടുത്ത് ഇതിന്റെ ഒരു ടോപ്പ് തവലത്തിപ്പിക്കുന്ന ഒരാൾ പറഞ്ഞത്, നിങ്ങളൊരു റെയർ പീസ് അല്ലേ ഇടയാകില്ലേ, അത് നമുക്ക് ഇങ്ങനെ ഏറെ ഭഗവാനെ ദൈവം സ്വയം പൊക്കിയതല്ല, അദ്ദേഹം ഇങ്ങനെ അങ്ങനെ പറഞ്ഞതാണ്. നമ്മൾ കുറെ ആൾക്കാരെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു, അല്ല എനിക്കും ഒരു ടെൻഷൻ അതാണ് ചേട്ടാ. കാര്യം നമ്മൾ സീസൺ മാറി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു, ബിഗ് ബോസിനെ പുതിയൊരു വലിയ വിഭാഗം ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല സൂപ്പർ ടീമുകൾ എടുക്കണം. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അഖിലിന് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിടും, നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു, അതല്ലേ പ്രശ്നം, ഞാനൊരു ബെസ്റ്റ് ഒരാളെ വേണ്ട നിങ്ങൾക്ക് തരാൻ. അത് കഴിഞ്ഞ് സീസൺ തുടങ്ങി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നെഗറ്റീവായി. ഞാൻ 1, 2, 3 പല ആൾക്കാരെയും വിളിക്കും. പലരെയും ഞാൻ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് നെഗറ്റീവാട്ടോ, ഭയങ്കര നെഗറ്റീവ്, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രശ്നം, അത് മാറ്റി പിടിക്കണം, അത് നല്ല കുറച്ചുകൂടെ ഇവരെ കൊണ്ട് കുറച്ചുകൂടെ നല്ല പരിപാടി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. അങ്ങനെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് മുൻ സീസണുകളിലുള്ള ക്രിയേറ്റീവ് ഡയറക്ടറോ മുൻ സീസണുകളിൽ ഇതിനു വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരൊന്നും പറയുന്ന കേൾക്കുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ സീസണെ ഇത്രയും മനോഹരമാക്കി മാറ്റിയ അർജുൻ സാർ എന്ന് പറയുന്ന അർജുൻ മേനോൻ പോലും ഈ സീസണിൽ നിന്ന് പിണങ്ങിയിറങ്ങിപ്പോയി. 40ാമത്തെ മറ്റോ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ. കാരണം ഇദ്ദേഹം ഇതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്ത് പിടിക്കുക. കഴിഞ്ഞ സീസണിലും ഇതേ ഹൈജാക്ക് നടന്ന സമയത്ത് അപ്പുറത്ത് ഭയങ്കര ഡിഫെൻഡിങ് നടന്നു. അതായത് ഈ 2 ടീം, അതായത് ബിഗ് ബോസ് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ ഞങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു അടി ഇതിന്റെ പിന്നിലും നടന്നിരുന്നു. അതുകൊണ്ട് ആ അടി ഉണ്ടാക്കി കഴിഞ്ഞ സീസണെ ഒരുവിധം വൃത്തിയാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റി. ഇല്ല, അവരില്ല. അവിടാണ് ഞാൻ എന്തുകൊണ്ട് ഇത് റൈസ് ചെയ്യേണ്ടി വരുന്നു. ഈ സീസൺ നന്നാക്കി കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ഇതിലില്ല. അപ്പം അതായത് ഞാൻ ഒരാളുടെ കഴിവിനെ കൂട്ടിയോ കുറച്ചോ പറയുകയല്ല. മുൻപത്തെ സീസൺ ഈ സീസൺ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, കഴിഞ്ഞ സീസണിൽ TRP കുറവാണെങ്കിൽ ഈ സീസണിൽ ഞങ്ങൾ വിചാരിച്ച് TRP കൂടി, പരസ്യം കൂടി എന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ് കിട്ടി, അപ്പം നിങ്ങളെക്കാട്ടിയൊക്കെ നല്ലത് ഞങ്ങളുടെ പരിപാടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളം. 50ാമത്തെ ദിവസത്തെ ആയിരുന്നല്ലോ ഞാൻ ഈ ഇത് കൊടുക്കുന്നത്, നമ്മളെ എൻ്റെ ആശംസ ടെലികാസ്റ്റ് ചെയ്തതുമല്ലേ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ സീസൺ പുറത്ത് പുഴുത്തു നാറിയ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് മോശമാണ്.